അപ്പോൾ മഹാഗുരുശരണം. അപ്പോൾ ഇനി എത്തുന്നത് വായുലിംഗമാണ്. ഇവിടെ നിന്ന് ഗിരിവലം ഇനി 5.60 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ വായുലിംഗം എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്കുള്ളത്. നമ്മൾ കഴിഞ്ഞ 3-ാം തീയതി വരുണലിംഗം കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഇതാണ് വായുലിംഗം. ഈ വായുലിംഗം, വരുണലിംഗം ഗർഭാവസ്ഥയും വായുലിംഗം പിറന്ന് വീണതിന് ശേഷമുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിറന്ന് വീണതിന് ശേഷം പ്രാണൻ ശ്വാസം എടുക്കുന്നു, വായു എടുക്കുന്നു കേട്ടോ. ഇതാണ് വായുലിംഗം. ആ ക്ഷേത്രം ഇവിടെയാണ്. ഇവിടെ പുറത്ത് നിന്ന് തൊഴാം. ഇവിടെയാണ് വായുലിംഗം. എല്ലാം ശിവലിംഗങ്ങളാണ് കേട്ടോ. ഓരോ സങ്കല്പമാണ്. ഇവിടെ നിന്ന് പിന്നെ ഗിരിവലം തുടരുകയാണ്. തുടർന്ന് വായുലിംഗത്തിൻ്റെ അവിടെ വന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തോ ഒരു ആശ്രമം പോലെയുണ്ട്. അതിൻ്റെ ബോർഡൊന്നും കാണുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ ഗോപുരം കാണുന്നുണ്ട്, വേറെ ബോർഡൊന്നും കാണുന്നില്ല കേട്ടോ. എന്തോ ആശ്രമമാണ്. ഇവിടെ കുറേ പുണ്യങ്ങളായ സ്ഥലങ്ങളുണ്ട് ഇവിടെ കേട്ടോ. ആശ്രമോ എന്തോ ആണ്, നാളെ നോക്കാം. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോൾ മൂക്കുപ്പടി സിദ്ധരുടെ ആശ്രമം. മൂക്കുപ്പടി സിദ്ധർ എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധറുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആശ്രമമാണിത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീനിവാസൻജി, ശ്രീമതി ദിവ്യ അവരുടെ കൂടെ വന്നപ്പോൾ കയറിയായിരുന്നു. ഇവിടുത്തെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ, അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കും എപ്പോഴും 24 hours. അദ്ദേഹത്തിൻ്റെ സമാധിയാണിത് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. മൂക്കുപ്പടി സിദ്ധരുടെ ആശ്രമമാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് കാണിക്കുന്നത്. ആ ബോർഡിലുള്ളത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ്. മൂക്കുപ്പടി സിദ്ധർ. ഈ സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരെ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ട് ജീവിക്കും. പക്ഷേ അവർക്ക് വളരെയധികം കഴിവുണ്ട്. നമ്മൾ ബാക്കിയുള്ളവർക്ക് അരോചകമായിട്ട് തോന്നും അവരുടെ പ്രവൃത്തി. പക്ഷേ അവർ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഒരു ചില ഇതുമായിട്ട് അവർ ഫ്രീക്വൻസി കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ അവരെ ആശ്രയിച്ച് അവരോട് അനുഗ്രഹം വാങ്ങിക്കുന്ന എല്ലാവരുടെയും, വിശ്വാസത്തോടെ വാങ്ങിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കാറുണ്ട്. കൂടുതൽ ആൾക്കാരും നല്ല കുടുംബജീവിതം, നല്ല സന്താന സൗഭാഗ്യം, അതുപോലെ സമ്പദ് സമൃദ്ധിക്കൊക്കെയാണ് അവരെ വന്ന് ആശ്രയിക്കുന്നത്. അത് എല്ലാവരും അതിൻ്റെ ആ അനുഗ്രഹം ഏറ്റുവാങ്ങാറുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഗിരിവലം തുടങ്ങാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ താങ്ക് യു. എല്ലാവർക്കും വേണ്ടി സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിവാസ